മരണം അതിന്റെ വേദന വരുന്നതാണ്, ഹക്കായി വരും. എല്ലാവർക്കും എത്ര മരണരംഗം നമ്മൾ നാട്ടിൽ കണ്ടു. ശ്വാസം ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും, തൊണ്ടക്കുഴിയിൽ മരണം ഇങ്ങനെ വന്നിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഇപ്പുറത്ത് മക്കൾ നല്ല കൂറ്റന്മാര് 4-5 നിൽക്കുന്നുണ്ട്, പെൺകുട്ടികൾ ഇപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മാതാവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. തൊണ്ടക്കുഴിയിലങ്ങ് മരണമെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം അവിടെ നോക്കി നിൽക്കുകയാണ്. ഒരു ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തോട് പറയൂ. ആശുപത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞങ്ങൾ ചെയ്തു എന്ന് പറയും. കുറച്ചു സമയം കഴിഞ്ഞിട്ട് അവർ പറയും, നിങ്ങളുടെ പേഷ്യന്റ് മരിച്ചിട്ടുണ്ട്, ബന്ധുക്കളെ വിവരം അറിയിച്ചോളൂ. നോക്കിക്കാനേ പറ്റുള്ളൂ, ആർക്കും പിടിച്ചു വെക്കാൻ കഴിയില്ല. കണങ്കാലും കണങ്കാലും കൂട്ടിപ്പിണയുന്ന ഒരു രംഗം നമ്മുടെ ജീവിതത്തിൽ പടച്ചോ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു സമുദ്രം നിറച്ച് വെള്ളം കൊടുത്താലും തീരാത്തൊരു ദാഹം വരുന്നൊരു രംഗം വരാനുണ്ട്. ആ മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ എല്ലാ ദുരാചാരങ്ങൾ കടന്നു വരുന്നത്. അവിടെയാണ് മനുഷ്യൻ അവന്റെ അധർമ്മങ്ങൾക്ക് അവസരം കൊടുക്കുന്നത്. പലിശക്കാരാ, നിന്റെ പലിശയുടെ അടിസ്ഥാന കാരണം ഇത് മറക്കുമ്പോഴാണ്. ആഡംബരങ്ങളിൽ, തോന്നിവാസങ്ങളിൽ, പേക്കൂത്തുകളിൽ ജീവിക്കുന്നവരെ ഇത് മറക്കുമ്പോഴാണ് അതിനൊക്കെ നമുക്ക് തോന്നുന്നത്. അള്ളാഹുവിന്റെ ഇസ്ലാം പഠിപ്പിച്ച ഒട്ടനേകം നന്മകൾ കാണാതെ പോയതിന്റെ പ്രശ്നം എന്താ? ഈ ചിന്ത മറക്കുമ്പോഴായി. ഇമാം ദഖാഖ് റഹിമഹുല്ലാഹ് പറയാ, ഒരു മനുഷ്യൻ മരണം മറന്നങ്ങ് ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ സംഭവിക്കുന്നത് 3 കാര്യങ്ങളാണ്. തസ്വീഫത്ത് തൗബ, അവൻ തൗബ ചെയ്യുന്നത് പിന്നെയാക്കും. അതൊക്കെ ഇപ്പൊ എന്താ പതന തൗബ ചെയ്യുന്നു? ഇനി എത്ര വയസ്സ് കിടക്കുന്നുണ്ട്? അത് വലിയൊരു വയസ്സൊക്കെ ആയിട്ട് അത്യാവശ്യമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉംറ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തൗബ ചെയ്താൽ മതി. അത് നല്ല ചിന്തയല്ല. ആരാധനകളിൽ അവനാകെ മടിയനായി മാറും. ഇപ്പൊ തന്നെ എത്ര ഇബാദത്തുകൾ ചെയ്യാനുള്ളത്, ചെയ്യുന്നതിനൊരു ആത്മാർത്ഥം ഉണ്ടാവില്ല. നിസ്കാരത്തിലായാലും ഈ ഇൽമിന്റെ മജ്ലിസിനോടായാലും ഒരു ഖുർആൻ ഓതുന്നോടത്താണെങ്കിലും ഒരു ഉഷാറും പൊന്മേഷും ഇല്ലാതെ പോകും മരണം മറന്നാൽ. പിന്നെയോ ഒരിക്കലും അവന് ഖനാഅത്തുൽ ഖൽബ് കിട്ടൂല. എന്ത് കിട്ടിയാലും തികയൂല, ഒരു സംതൃപ്തി ഇല്ല. ഇന്ന് 10,000 കിട്ടിയാൽ നാളെ 20,000 കിട്ടണം. ഒരു സ്വർണത്തിന് താഴ്വര കിട്ടിയാൽ 2 എണ്ണം കിട്ടണം. ഇങ്ങനെ മനുഷ്യൻ അവന്റെ ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഇടയിലാണ് ഇത് സംഭവിക്കുക. ആ മരണം വരുന്നതിന്റെ മുമ്പേ തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. ഈ രാത്രി പറയാൻ പറ്റിയ വാക്കാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ തഖ്വ ശരിയാക്കി ശേഖരിച്ച് ജീവിച്ചോ. കാരണം ഫഇന്നക ലാ തദ്രീ, നിനക്കറിയില്ല. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. ഇന്ന് രാത്രി കടന്നുറങ്ങി നാളെ രാവിലെ പള്ളിക്ക് പോകുമ്പോ നമ്മൾ ജീവനോടെ ആയിക്കോ പോകാൻ, വേറെ കോലത്തിലാണോ പോകാന്ന് അറിയില്ല. ഇപ്പൊ നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങൾ എന്താ? ഇനി കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ചിന്തയിൽ വരിക അങ്ങനൊന്നുമില്ല. ഭാര്യനോട് ഒരു ഗ്ലാസ് ചായ ഞാൻ പറഞ്ഞു, 37 ചായ ഉണ്ടാക്കി കൊടുന്ന് കസേരയിലിരിക്കുന്ന ഭർത്താവിന് കൊടുക്കുമ്പോൾ ആള് കസേരയിൽ ചെരിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന്റെ കട്ടൻ ചായ ഉണ്ടാക്കുന്ന ഗ്യാപ്പിലാണ് കയ്യിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു പോയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് എത്ര വാർത്തകളാ കടന്നു വന്നത്. കൂടെ കടന്ന മനുഷ്യൻ രാത്രിയിൽ നഷ്ടപ്പെടുന്നു. രാവിലെ എഴുന്നേറ്റപ്പോ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിൽ തൊട്ടപ്പോ നല്ല ഒരു തണുത്ത അവസ്ഥ, വിറക്കുന്ന അവസ്ഥ. തൊട്ടു നോക്കി ആൾ അനങ്ങുന്നില്ല. ഇന്നലെ രാത്രിയിൽ തന്റെ കൂടെ കടന്നവൻ ഇന്ന് രാവിലെ 6 അടി മണ്ണിലേക്ക് മാറ്റപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കി. എത്ര മരണവാർത്തകളാണ്. വിദേശ രാജ്യത്തെ അപകടങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ?
മനോഹരമായി സന്തോഷിക്കാൻ, എൻജോയ്മെന്റുകൾക്ക് വേണ്ടി, ഒരു ചെറിയ കുടുംബത്തിന്റെ ഉല്ലാസത്തിന് വേണ്ടി ഒന്ന് പുറത്തു പോയി തിരിച്ചു വരുമ്പോ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കയ്യിൽ നിന്ന് മരണപ്പെടുകയും ഓരോരുത്തരായി ഖബറിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്യുന്ന രംഗം കാണുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? അല്ലാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ദുരന്തപരമായ മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം, മനുഷ്യനെന്ന് ചിന്തിക്കണം. ഇനിയും അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യ ജീവിതത്തിന്റെ ആ ഒരു ദുനിയാവിന്റെ അവസാനം എന്ന രംഗണ്ടല്ലോ. അവൻ മരിക്കും എന്ന് പറഞ്ഞത്. നീ എവിടെ പോയി ഒളിച്ചാലും, എത്ര ദൂരം ഓടിയാലും, ഏത് ക്രീം തേച്ചാലും, എത്ര നടന്നാലും, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നീ ഓടിക്കൊണ്ടിരിക്കുന്ന മരണം നിന്നെ പിടികൂടുന്നതാണ്. നീ അത് കണ്ടുമുട്ടേണ്ടി വരും, നിന്നെ പിടിക്കുക തന്നെ ചെയ്യും. അതാരുമാകാം, രോഗം വരണമെന്നില്ല. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ മിൻ അദ്ദഹരി. എത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഒരു കുഴപ്പമില്ല. ചെറിയ ആക്സിഡന്റുകൾ, ചെറിയ കാരണങ്ങൾ കൊണ്ട് ആരോഗ്യമുള്ള മനുഷ്യർ എത്രയാ മരിക്കുന്നത്. ഒരു രോഗം കൊണ്ട് തളർന്ന് ദിവസങ്ങളോളം, വർഷങ്ങളോളം കിടക്കുന്ന രോഗികൾ എത്ര കൊല്ലങ്ങളാണ് രോഗിയായി കിടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ മരിക്കാത്തത്? ഒരു കാരണമല്ല, അതുകൊണ്ട് മാത്രം അയാൾ മരിക്കുന്നല്ല. എത്രയോ യുവതികളുണ്ട്, യുവാക്കളുണ്ട്, ഇതെല്ലാം മറന്ന് വിനോദത്തിലാണ്. അവരിങ്ങനെ ട്രോളുകളിലും കോമഡികളിലും എന്റർടൈൻമെന്റുകളുടെ പിന്നാലെ നടക്കുക. എന്നിട്ടോ അവനെ കുളിപ്പിക്കാനും അവനെ ഉടുക്കാനും പുതപ്പിക്കാനും പാകത്തിലുള്ള കഫൻ പുടവയും മറ്റു സംഭവങ്ങളെല്ലാം തയ്യാറാക്കി ഒതായിലും ഉണ്ടേങ്ങരയിലുമുള്ള ടെക്സ്റ്റൈൽസുകളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അത് മറന്നാണ് അവൻ ജീവിക്കുന്നത്. എത്ര മനുഷ്യർ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. അപ്രതീക്ഷിതമായി ജീവിതത്തിൽ ഒരു ഫിറാഖ് സംഭവിക്കുകയാണ്. ആ വേർപാട് വരുന്നതിന്റെ മുമ്പ്, ഈ ദുനിയാവെന്ന് പോകുന്നതിന്റെ മുമ്പ് നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിച്ച്, ഞാൻ എന്തുണ്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്, ഞാൻ എന്റെ യാത്രക്ക് വേണ്ടി എന്ത് ഒരുക്കമാ ചെയ്തു വെച്ചിട്ടുള്ളത്, ഇവിടെ നിന്ന് നാളെ ഒരു യാത്ര പോവുകയാണെങ്കിൽ എന്തെല്ലാം ഒരുക്കങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നവരാണ് നമ്മൾ. എന്റെ അവസാനത്തെ യാത്ര മനോഹരമായ യാത്രയാകാൻ ഞാൻ എന്തൊക്കെയാ ചെയ്തു വെച്ചിട്ടുള്ളത്. കെട്ടുകൾ മൂന്നും കെട്ടി നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടോ ഒരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. അന്ന് നമ്മളെ കൊണ്ടുപോകും. അന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ സാന്നിധ്യത്തോടെയും വിളിച്ചറിയിച്ച് സമയം പറഞ്ഞ് നിശ്ചയിച്ച ടൈമിന് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ എടുത്തു കൊണ്ടുപോകും. 3 തുണിക്കെട്ട് കെട്ടിക്കൊണ്ട്. ആ യാത്ര പിന്നെ തിരിച്ചു വരാത്ത യാത്രയാണ്. നാട്ടിൽ നിന്ന് എവിടെ പോയാലും എവിടെ എത്തി അന്വേഷിക്കണ പ്രിയപ്പെട്ടവർക്ക് വിളിക്കാൻ ആളില്ല. മടങ്ങി വരാത്ത, തിരിച്ചു വരാത്ത ഒരു യാത്ര നമ്മുടെ ജീവിതത്തിൽ പടച്ചു നിശ്ചയിച്ചിട്ടുണ്ട്. 2026 കലണ്ടർ മനോഹരമായി തൂക്കിവെച്ച നമ്മൾ അറിയുമോ, നമ്മുടെ ഈ തീയതിക്കുള്ളിൽ ഏതോ ഒരു തീയതി എന്റെ മരണത്തിന്റെ തീയതിയാന്ന് പോലും അറിയാതെ നമ്മളാണ് അത് കെട്ടിത്തൂക്കി വെച്ചത്. ഒരു ഗ്യാരണ്ടി ഇല്ല. എന്ന് മാത്രമാണോ? മനുഷ്യൻ ആരായിരുന്നു, അവൻ മരിച്ചു എന്നറിഞ്ഞാൽ ഈ പ്രദേശത്തുകാരനായ നിങ്ങൾ, മറ്റൊരു നാട്ടിൽ നിന്ന് വന്നവനായ ഞാൻ, ഈ പ്രദേശത്ത് വെച്ച് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പിന്നീട് സംസാരമധ്യേ അതുവരെ നിങ്ങൾ അറിയിക്കുക, സുബൈർ എവിടെയാന്ന് ചോദിക്കും. ശരി, ആശുപത്രിയിൽ നിന്ന് അറിയുകയാണ് അയാൾ മരണപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അന്വേഷിക്കുന്നത് മയ്യിത്ത് എവിടെയാണ്, മയ്യിത്ത് എപ്പോഴാണ്. പട്ടാമ്പിയിൽ നിന്ന് എന്റെ ബന്ധുക്കൾ വിളിക്കാൻ തുടങ്ങും, മയ്യിത്ത് എപ്പോഴാ, പെരിന്തൽമണ്ണയത്ത്
മയ്യത്തപ്പഴാ പട്ടാമ്പിയറ്റ എന്തപ്പോ പേര് മാറിയത്? മരിച്ചതോടുകൂടെ നമ്മുടേതായി മാറിയ അഡ്രസ് പോലും മാറാൻ പോവുകയാണ്. പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, ഉടൻ മയ്യിത്തെന്ന പേരു മാത്രമാകുമേ. വീട്ടിലെ മൂത്ത മകൻ 9ാം ക്ലാസ്സുകാരൻ, രണ്ടാമത്തെ മകൻ 5ാം ക്ലാസ്സുകാരൻ, മൂന്നാമത്തെ മകൾ 2ാം ക്ലാസ്സുകാരി. പിന്നീട് ചോദിക്കുന്ന ചോദ്യം, മയ്യിത്തെപ്പോഴാണ് വീട്ടിലെത്തുക? പ്രിയപ്പെട്ട നമ്മളെ ഉമ്മച്ചി വാപ്പച്ചി എന്ന് വിളിച്ചിരുന്ന ആൾക്കാര് എത്ര പെട്ടെന്നുകൊണ്ടാണ് നമ്മളെ പേര് മാറ്റി വിളിക്കാൻ തുടങ്ങിയത്. എപ്പോഴാ മയ്യത്ത് കുളിപ്പിക്കാന്ന് ആ മക്കള് ചോദിക്കാൻ തുടങ്ങും. ആരാ മയ്യത്ത് നിസ്കരിക്കാന്ന് ചോദിക്കാൻ തുടങ്ങും. വാപ്പ എന്ന പേര് പിന്നല്ലാതെ നമ്മൾ ധരിച്ചിരുന്ന വാച്ച് അവിടെ അഴിക്കപ്പെടും. നമ്മൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ സൈഡാകും. നമ്മുടേതായ ലോകങ്ങളൊക്കെ ഇവിടെ നടക്കും. നമ്മൾ മാത്രം ഒരു തുണിക്കഷ്ണത്തിലേക്ക് പിന്നെ മാറ്റാം. നല്ല വില പിടിപ്പുള്ള അടിപൊളി ബ്രാൻഡഡ് ഷർട്ടുകൾ ധരിച്ച് നടന്നിരുന്ന നമ്മുടെ ചെറുപ്പക്കാർ, യുവാക്കളെ, നമ്മൾ ബ്രാൻഡ് തെരഞ്ഞ് നടക്കണ്ട. ഒരു വെള്ളത്തുണി, മനോഹരമായ സൗധങ്ങൾ ഉണ്ടാക്കി കെട്ടിപ്പൊക്കി നല്ല സ്ക്വയർ ഫീറ്റുകളുടെ എണ്ണം നോക്കി നല്ല മനോഹാരിത കൊണ്ട് നിറച്ച നമ്മുടെ വീടും മുറ്റവും ഗേറ്റും ഒക്കെ ഉണ്ട്. കൊണ്ടുപോയി വെക്കുന്നത് ഈ സാധുവിനെ 6 അടി മണ്ണക്കാണ്. അയാളെ വീടിന്റെ മുറ്റത്ത് നല്ല ലംബോർഗിനി കാർ കിടക്കുന്നുണ്ട്, നല്ല ബെൻസ് കിടക്കുന്നുണ്ട്, തരം വാഹനം മാറ്റി എടുക്കുന്ന ആളാ. പക്ഷെ ഇന്ന് അയാളെ കൊണ്ടുപോകുന്നത് ഒരു മയ്യത്ത് കട്ടില്ല ചുമക്ക്, ഒരു കട്ടില്ല കിടക്കില്ല. ആ കാറൊന്നും ഇനി കൊണ്ടുപോകില്ല. ഈ യാത്രയെ കുറിച്ച് ആലോചിക്കാൻ ചിന്തിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അക്സിറൂ ദിക്റഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു മാറ്റുന്ന മരണത്തെ കുറിച്ച് ധാരാളമായി ചിന്തിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നൊരു സ്ത്രീ വന്ന സഹോദരി വന്ന് ചോദിക്കുകയാണ്, ആയിഷ ബീവി, എനിക്കെന്താണെന്നറിയില്ല, ഒരു മയ്യത്ത് കണ്ടാലും ഒരു രോഗിനെ കണ്ടാലും ഒരു ഫക്കീറിനെ കണ്ടാലും എന്റെ മനസ്സെന്താന്ന് അറിയുന്നില്ല, ഒരു അലിവ് തോന്നുന്നില്ല. ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുകയാണ്, അക്സിരി ദിക്റഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളും മുറിച്ചു മാറ്റുന്ന മരണം ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ കൽബ് ലോലമാകും, നിന്റെ മനസ്സ് അലിയാൻ തുടങ്ങും. അതില്ലാത്തവരാണ്, ആ ചിന്തകൾ നഷ്ടപ്പെട്ടപ്പോഴാണ് പ്രിയപ്പെട്ടവരെ സഹപാഠിയെ കൊന്നൊടുക്കുന്നവരുടെ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഇവിടെ പരിസരങ്ങളിൽ നമ്മുടെ ജില്ലകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, പണ്ട് പ്രതികളുടെ വയസ്സൊക്കെ 20, 30, 40 ഒക്കെ ആയിരുന്നെങ്കിൽ പ്രതികളുടെ വയസ്സ് 16 ചുരുക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഈ സദസ്സിന്റെ പ്രൗഢി എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്ക്. ഉമ്മയും ബാപ്പയും മക്കളും വന്നിരുന്ന് ഇതൽപ്പനേരം കേൾക്കണമെന്ന് ചിന്തിക്കാതെ പോയാലുണ്ടാകുന്ന അപകടത്തിന്റെ ഭവിഷ്യത്ത് ആലോചിച്ച്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ക്രൂരതകൾ ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ പാകപ്പെടുത്തപ്പെടുന്നത്? ലഹരിയുടെ സ്വാധീനം എത്ര വലുതാണ്! എത്ര കുടുംബങ്ങൾ തകർക്കപ്പെട്ടു, എത്ര കുടുംബങ്ങൾ. ചെറിയ ചെറിയ മക്കൾ വരെ ദാരുണമായ അവസ്ഥകളിലേക്ക് എത്തപ്പെട്ടതിന്റെ പിന്നിലെ കാരണങ്ങൾ നോക്ക്. ലൈംഗിക പീഡനങ്ങൾ, ചൂഷണങ്ങൾ എത്ര വലുതായി മാറി. ആൺകുട്ടികളെ വരെ ചൂഷണം ചെയ്യുന്ന ആണുങ്ങൾ, പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന സ്ത്രീകൾ, എണ്ണം വർദ്ധികരിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. എവിടേക്കാണ് നമ്മുടെ ഉമ്മത്ത്, നമ്മുടെ കൗമ് ചാടിക്കൊണ്ടിരിക്കുന്നത്? 2024 കണക്കുകൾ സൂചിപ്പിക്കുകയാണ്, 2024 കേരളത്തിനെ നമ്പർ 1 എത്തിച്ചിട്ടുണ്ട്. എന്തിൽ? ആത്മഹത്യയിൽ. 2025 കണക്ക് ഫുള്ള് വന്നിട്ടില്ല. 2024 കേരളത്തിൽ 10,779 ആത്മഹത്യകൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ എണ്ണിക്കോ, 10,779 കേസുകളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാരണം കണ്ടെത്തിയ ആത്മഹത്യ കുടുംബ പ്രശ്നങ്ങളായിരുന്നു. കുടുംബമുണ്ടോ? എല്ലാവർക്കും ബാധകമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സദസ്സ് ഇവിടെ അവസാനിക്കാൻ പോവാ. സ്വതക്ക ചെയ്യാനുള്ള ഇന്നത്തെ ഒരു അവസാനത്തെ ചാൻസ് എന്ന നിലക്ക് നല്ല ഒരു ഇഖ്ലാസോടുകൂടെ എനിക്ക് ആ ചാൻസ് പരമാവധി ഉപയോഗിക്കാൻ പറ്റിയെന്ന് മനസ്സറിഞ്ഞ് പറയാൻ പറ്റുന്ന
അതിന്റെ എല്ലാ പുണ്യവും ലഭിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ആ സ്വതക്കയിൽ നമ്മുടെ ഒരു വിഹിതം എല്ലാവരും, വാപ്പ കൊടുത്താലും മകൻ കൊടുക്കാം, മകൻ കൊടുത്താൽ മകന്റെ ഏറ്റവും ചെറിയ കുഞ്ഞിന്റെ കൈകളിൽ വരെ നൽകാവുന്ന ഒരു വിഹിതം കൊടുത്ത് ഈ സ്വതക്കയെ നമ്മൾ ഏറ്റവും വിജ്ഞാനത്തിന്റെ സദസ്സിന് കൊടുക്കുന്ന പതില് മനസ്സിലാക്കിയിട്ട് സ്വതക്ക ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ബറക്കത്തുള്ള സാമ്പത്തിക മേഖലകൾ നമുക്ക് തുറന്നു നൽകുമാറാകട്ടെ. ഈ മനുഷ്യരുടെ ആത്മഹത്യയുടെ കണക്കിലെ ഒന്നാമത്തെ കാരണം നമുക്കുണ്ട്, കുടുംബ പ്രശ്നങ്ങളായിരുന്നു അന്നത്തെ. രണ്ടാമത്തെ കാരണം തൊഴിലില്ലായ്മയായിരുന്നു. ഒരു ജോലിയില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടായിരുന്നു പലരും ചെയ്തിരുന്നത്. 3 ലഹരിയും വിഷാദങ്ങളുമായിരുന്നു ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ. ഒന്നുകൂടെ കേട്ടാൽ ഇതിൽ 18 വയസ്സിന്റെയും 45 വയസ്സിന്റെയും ഇടയിലുള്ള ചെറുപ്പക്കാരാണ് 27% ആത്മഹത്യകളിൽ. 27%. അതിൽ 10 പേരെ എടുത്താൽ 8 പേർ പുരുഷന്മാരായിരുന്നു. 8 പേർ പുരുഷന്മാരായിരുന്നു. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തേക്ക് പത്രങ്ങൾ എടുത്ത് വായിച്ചു. സ്വന്തം മകൾക്ക് വിഷം കൊടുത്തിട്ട് പിതാവ് ആത്മഹത്യ ചെയ്തു. മകൾക്ക് വിഷം കൊടുത്തു, 2.5 വയസ്സുള്ള കുട്ടിക്ക് വിഷം കൊടുത്തു. എന്നിട്ട് അച്ഛൻ ആത്മഹത്യ ചെയ്തു. അമ്മ പുറത്തു പോയ സമയത്തായിരുന്നു. അമ്മ തിരിച്ചു വരുമ്പോ കാണുന്നത് ഈ 2 എണ്ണാണ്. ഒന്ന് പ്രിയപ്പെട്ട ഭർത്താവാണ്, ഒന്ന് പ്രിയപ്പെട്ട മുൻപ് പ്രസവിച്ച മകളാണ്. ആ അമ്മയെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. ഈ അന്തരീക്ഷത്തിൽ ഇരുന്ന് വായിക്കാൻ നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? വിദ്യാസമ്പന്നരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമുക്കിടയിൽ പോലും അറിവില്ലായ്മയുടെ ജഹാലത്തുകളുടെ പലതും കടന്നു വരുമ്പോ എന്തെല്ലാം നഷ്ടങ്ങളാണ് നമുക്കിടയിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഇത് തിരുത്താനുള്ള മാർഗം? മരണചിന്തയെ കുറിച്ചുള്ള ശരിയായ ബോധവും കാഴ്ചപ്പാടും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് വന്ന് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു ഖുശൂഅ് ലഭിക്കാൻ, ഭക്തി ലഭിക്കാൻ എന്താ ഒരു പരിഹാരം എന്ന് ചോദിക്കുമ്പോ, നീ നിസ്കരിച്ചോ, സ്വല്ലി സ്വലാത്തൻ കസ്വലാത്തി മുവദ്ദിഇൻ, അവസാനമായി നിസ്കരിക്കുന്ന നമസ്കാരം പോലെ തോന്നണം. ഇന്ന് ഇശാ നമസ്കരിച്ചപ്പോ നാളെ സുബ്ഹിന്റെ നിസ്കാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. ഇതുവരെ നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇനിയും നിസ്കാരങ്ങൾ ഉണ്ടല്ലോ. എന്നാൽ ഓരോ നമസ്കാരവും എന്റെ അവസാനത്തേതാകുമോ എന്ന ചിന്തയോടെ ആകട്ടെ തുടക്കം കുറിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, മരിച്ചു മയ്യിത്ത് കുളിപ്പിച്ച് പിന്നീട് കബറടക്കത്തിന് വേണ്ടി നമ്മുടെ ജനാസ എടുത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുക. നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, ശിഷ്യന്മാരുണ്ട്, പ്രാസ്ഥാനികരുണ്ട്, ബന്ധുക്കളെല്ലാം ഉണ്ട്. വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് നമ്മളെ യാത്രയാക്കുകയാണ്. മരിച്ചാൽ ഒരു മനുഷ്യന്റെ ജനാസന്റെ കൂടെ 3 കാര്യങ്ങൾ പോവുകയാണ്. ഈ ബന്ധുക്കളും കുടുംബങ്ങളും ശിഷ്യന്മാരൊക്കെ പോയിട്ട് ഒരെണ്ണം മാത്രം ബാക്കി നിൽക്കും. ഏതാ ബാക്കിയാകുന്നത്? അവന്റെ പ്രവർത്തനം മാത്രം അവന്റെ കൂടെ ഉണ്ടാകും. അതിലാണ് സ്വതക്ക വരിക, അതിലാണ് സുന്നത്ത് നോമ്പ് വരിക. അതിൽ സലാം പറഞ്ഞതുണ്ടാകണം, അതിൽ ദിക്റുകൾ ഉണ്ടാവണം, സ്വലാത്തുകൾ ഉണ്ടാവണം. വഴിയിൽ നിന്നൊരു ഉപദ്രവം നീക്കം ചെയ്തത് അതിലുണ്ടാകും. പാവപ്പെട്ട ഒരു മനുഷ്യനെ സഹായിക്കാൻ ചെന്നത് അതിലുണ്ടാവണം. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രവർത്തിച്ചെങ്കിൽ നമുക്കതിന്റെ കൂലി കിട്ടും. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. പരലോകം ഉദ്ദേശിച്ച് മുഅ്മിനായി ആര് പണിയെടുത്താലും അവനോട് അള്ളാഹു നന്ദി കാണിക്കുന്നതാണ്. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അള്ളാന്റെ കന്ന് കൂലി കിട്ടണമെന്ന വിചാരമാകണം. നാട്ടുകാർ കാണട്ടെ, ജനങ്ങൾ പേര് വിളിക്കട്ടെ, ജനങ്ങൾ പ്രശംസിക്കട്ടെ, ഈ ചിന്ത വേണ്ട. ഞങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, യതീമിനെ മിസ്കീനെ സഹായിക്കുന്നത് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങളുടെ ഒരു നന്ദി വാക്ക്, നിങ്ങളുടെ ഒരു നല്ല വാക്ക്, നന്ദി ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല. നമ്മൾ കാണുമ്പോൾ നീച്ചിരിക്കണമെന്നില്ല. അവന്റെ ഒരു താങ്ക്സ് ഒന്നും നമുക്ക് വേണ്ട. പടച്ചോ അവന്റെ കബൂലായാ മതി. നമ്മളെ അതിനാ അങ്ങോട്ട് വിട്ടിരിക്കുന്നു. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മതത്തിൽ നിഷ്കളങ്കരായി പണിയെടുക്കാൻ, ഇബാദത്ത് ചെയ്യാനാ പറഞ്ഞയച്ചിരിക്കുന്നത്. ഖബറിലേക്ക് ഇറക്കി വെച്ചാ നമ്മുടെ കൂടെ ഉള്ളത് അമല് മാത്രാണ്.
ആലോചിച്ചോളിട്ടോ, നമ്മുടെ ഗെയിമുകൾ ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ച പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ച ബന്ധുക്കൾ ഇനിയുണ്ടാവില്ല. നമ്മുടെ വാപ്പയില്ല, ഉമ്മയില്ല, ബന്ധുക്കളില്ല. പരലോകത്തിനു വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടുന്നതെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിന് വേണ്ടി പരലോകം കളഞ്ഞവരായി മാറല്ലേ, കുടുംബത്തിന് വേണ്ടി പരലോകം കളഞ്ഞവരായി മാറല്ലേ. ചില ആൾക്കാരെ നമസ്കാരത്തിനില്ല, ഇബാദത്തുകൾക്കില്ല, ഫുള്ള് ജോലിയാണ്, തിരക്കിലാണ്, കുടുംബം നോക്കാനുള്ള തിരക്കിലാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടത്തിലാണ്. കാരണം അവരൊന്നുമില്ല, പ്രിയപ്പെട്ടവരില്ല. 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് 3 പടി മണ്ണ് വാരിട്ട് എല്ലാവരും തിരിച്ചു പോരാണ്. പിന്നെന്താ ഉള്ളത്? പിന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഖബറിനകത്ത് അദാബുകൾ ഉണ്ട് എന്നും നിഅമകൾ ഉണ്ട് എന്നും നമ്മൾ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം കിട്ടുന്നതിന്റെ മുമ്പ് പറയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നതിൽ المحيا والممات ومن فتنة المسيح الدجال. നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്ന് നോക്കണ്ട, നമ്മൾ ഇരുന്ന് റിസർച്ച് നടത്തണ്ട, ശാസ്ത്രം തെളിയിക്കേണ്ടതില്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ നബിതങ്ങളാ പ്രാർത്ഥിച്ചിരിക്കുന്നത്, അല്ലാഹുവേ ഖബറിന്റെ അദാബിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണേ. അല്ലാഹുവേ എന്റെ ജീവിതവും മരണത്തിലും എല്ലാവിധ ശർറുകളിൽ നിന്ന് കാവൽ നൽകണേ. ആ നബിതങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ആഗ്രഹിക്കണം ഖബറിൽ നിന്ന് രക്ഷപ്പെടണം. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഉണ്ടാകണം. സൂറത്തുൽ മുൽക്കിന്റേതായ പതിവ് പാരായണങ്ങൾ ഉണ്ടാവണം. നമസ്കാരം കണിശമായി ശ്രദ്ധിക്കുന്ന ആളുകളായി മാറണം. ഹക്ക് ഇടപാടുകൾ കൃത്യമാകണം. സാമ്പത്തിക രംഗം വിശുദ്ധമാകണം. ലൈംഗികമായ രംഗത്തുണ്ടാകുന്ന എല്ലാ അപജയങ്ങളും ഖബറിന്റെ അദാബുകൾക്ക് കാരണമാണ്. വ്യഭിചാരവും സ്വവർഗരതിയും ഹോമോസെക്സ്വാലിറ്റിയും ഒക്കെ ഈ കൂട്ടത്തിലാക്കാൻ എണ്ണപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടനേകം കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഒരു കാര്യം പറയാം, ഈ ലോകം സത്യമാണ്. ഖബറിനകത്ത് മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ പിന്നീട് എത്ര കാലങ്ങൾ അയാൾ ജീവിക്കേണ്ടി വരും, ഒരു കണക്ക് പറഞ്ഞിട്ടില്ല. നമ്മൾ മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ കണക്ക് പറഞ്ഞു, ദുനിയാവിലെ ജീവിതത്തിന്റെ ആയുസിന്റെ ഏകദേശ കണക്ക് പറഞ്ഞു. എന്നാ ഖബറിൽ ഒരാൾ കിടക്കേണ്ട കണക്ക് എത്ര പറഞ്ഞിരിക്കുന്നത് അറിയോ? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅതൂൻ. ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അവൻ ബർസഖിലായിരിക്കും.